ഇന്ന് നമുക്ക് കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് ഒരു ഫ്ലവർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഈ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. 5 എണ്ണം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു പഴയ തുണി എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഇതിന്റെ അറ്റം വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. ഇനി ഈ ഭാഗം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ കാർഡ്ബോർഡും ഈ തുണിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് കെട്ടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു പെയിന്റിന്റെ ബോട്ടിലിന്റെ മൂടിയാണ് എടുത്തത്. അതൊരു മഞ്ഞ തുണീന്റെ ഉള്ളിൽ വെച്ചിട്ട് കെട്ടിയെടുക്കാം. ഇനി ഞാനിവിടെ ഒരു കെട്ടുകമ്പിയാണ് എടുത്തത്. ആ കെട്ടുകമ്പിന്റെ മുകളിലേക്ക് നമ്മൾ മൂടിയിൽ ചുറ്റിയ ആ തുണി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ പെറ്റൽസ് ആക്കിയിട്ട് ഇതിന്റെ മുകളിലേക്ക് വെച്ച് നല്ല ടൈറ്റ് ആക്കിയിട്ട് കെട്ടി കൊടുക്കാം. ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് പൂവിന്റെ ബാക്കിയുള്ള ഭാഗം സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. പൂവിന്റെ തണ്ടിന് വലിയ ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിലൊന്ന് ചുറ്റിയിട്ട് അതിന്റെ മുകളിൽ സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഇനി ആ സെല്ലോ ടേപ്പ് ഒട്ടിച്ച ഭാഗത്ത് ഒരു ഡാർക്ക് ഗ്രീൻ കളറ് പെയിന്റ് അടിച്ചെടുക്കുകയാണ്. അപ്പം നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെയിന്റ് അടിച്ചതൊന്നും ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പം നമ്മുടെ ഫ്ലവർ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.